നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഒരുമിച്ച് ശ്രമിച്ച് ഒരുമിച്ച് നേടി ഒരുമിച്ച് അനുഭവിക്കുക എന്നതാണ് എപ്പോഴും ഒരു സമൂഹം പിന്തുടരേണ്ട ആദർശമെന്ന് ആർഷ സംസ്കാരം പറയുന്നു. ഏക മനസ്സായി നിൽക്കുമ്പോഴുണ്ടാകുന്ന അഭിവൃദ്ധിയുടെയും സ്വാർത്ഥത്തിൽ നിന്നുദിക്കുന്ന വൈമനസ്യം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെയും കഥകൾ നമുക്ക് മുൻപിൽ ധാരാളമുണ്ട്. മഹാഭാരതം ഈ മഹത്തായ പാഠമാണ് പഠിപ്പിക്കുന്നത്. പാണ്ഡവരും കൗരവരും പരസ്പര കലഹം തുടങ്ങിയ ശേഷം പോലും ധർമാദർശമൂർത്തിയായ യുധിഷ്ഠിരൻ കുരുവംശത്തെ ഒന്നായി തന്നെ കണ്ട് പ്രവർത്തിച്ച് ഏകതയുടെ പാഠം പഠിപ്പിക്കുന്നു. ഗന്ധർവന്മാർ ദുര്യോധനാദികളെ ബന്ധിച്ചപ്പോൾ ധാർത്തരാഷ്ട്രരോടുള്ള വൈരം മാറ്റിവെച്ച് യുധിഷ്ഠിരൻ ഭീമാർജുനന്മാരെ അയച്ച് അവരെ മോചിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഒരുമയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ഒരു മഹത് വചനം പറയുന്നുണ്ട്. പരസ്പരം എതിർക്കുമ്പോൾ ഞങ്ങൾ പാണ്ഡവർ 5 പേരും അവർ ധാർത്തരാഷ്ട്രർ 100 പേരുമാണ്. പക്ഷേ പുറമേ നിന്നൊരാൾ എതിർത്താൽ ഞങ്ങൾ 105 പേരാണ്. ഇത് ആരും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മഹത് വചനമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. യാഗാദി കർമ്മങ്ങൾ ചെയ്തു വരം കൊണ്ടു ലോകോത്തമനായി ചമഞ്ഞുത്തവാത്മജൻ തേരും നിനച്ചവണ്ണം നടക്കും തൻ്റെ വൈരികൾക്കെങ്ങുമേ കാൺമാനുമാവല്ല ബാണമൊടുങ്ങാതെയുള്ളൊരു തൂണിയും പ്രാണരക്ഷാർത്ഥമഭേദ്യ കവചവും എല്ലാം കൊടുത്തു മഹേശ്വരൻ തന്നുടെ വല്ലഭയോടും മറഞ്ഞിതിപ്പോഴെടോ വന്നു തുടങ്ങി ഭവാനെന്നു കേൾക്കയാൽ നിന്നതു കണ്ടു പോകാമെന്നതോർത്തു ഞാൻ വാജിമേധാദികൾ കൊണ്ടു ദേവന്മാരെ പൂജിപ്പതിനവകാശമില്ലേതുമേ ദേവകൾ നമ്മുടെ ശത്രുക്കളാകയാൽ സേവിപ്പതിനില്ല യോഗമവരെ നാം ഈശനെ പൂജിപ്പതും കാര്യം എന്നുടനാശരാധീശൻ പറഞ്ഞോരനന്തരം സന്ധ്യാദീപം. ഇനി രാമായണ ദർശനം.
അതികഠിനമായ 7 യാഗങ്ങൾ മേഘനാഥർ നടത്തുന്നതായി ശുക്രാചാര്യർ രാവണനോട് പറയുന്നു. ഒരാളിന് അതിലൊരു യാഗം പോലും പൂർത്തിയാക്കുക അത്യന്തം വിഷമകരമായിരിക്കെ മേഘനാഥൻ പൂർത്തിയാക്കിയ യാഗങ്ങളുടെ ഫലസിദ്ധിയെക്കുറിച്ച് ശുക്രാചാര്യർ രാവണനെ വിവരിച്ച് മനസ്സിലാക്കുന്നു. പതിവ്രതകളായ സ്ത്രീകളെ ബലാത്കാരമായി രാവണൻ പിടിച്ചുകൊണ്ടുവന്നത് കണ്ട് വിഭീഷണൻ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചേട്ടനോട് പറയുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ദീർഘകാലത്തെ പ്രവാസത്തിന് ശേഷം രാവണൻ ലങ്കയിലെത്തി അനേക പതിവ്രതകളെയും യുവതികളെയുമൊക്കെ അപഹരിച്ച് അവരുടെ എല്ലാം ശാപം മേടിച്ചുകൊണ്ടാണ് വരവ്. ശൂർപ്പണഖ കരഞ്ഞ് രാവണനാൽ താൻ വിധവയാക്കപ്പെട്ടതിനെക്കുറിച്ച് ദുഃഖിച്ച് പറഞ്ഞു. ശൂർപ്പണഖയ്ക്ക് ദണ്ഡകാരണ്യത്തിൽ പരിപൂർണ അധികാരം നൽകി പറഞ്ഞയച്ചു രാവണൻ. അനന്തരം ലങ്കയിലേക്ക് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ വലിയ യാഗശാല കണ്ട് ഇതെന്തെന്ന് അന്വേഷിക്കുകയാണ്. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, ദീർഘകാലം ഉപാസന ചെയ്ത വലിയൊരു ഉപാസക ഭാവത്തോടുകൂടി മേഘനാഥനെ കണ്ടു, വലിയ യാഗശാലയും കണ്ടു. ഇതെന്ത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശുക്രാചാര്യർ പറയുന്നു, യാഗാദി കർമ്മങ്ങൾ ചെയ്തു വരം കൊണ്ടു ലോകോത്തമനായി ചമഞ്ഞു തവാത്മജൻ, തേരും നനച്ച വണ്ണം നടക്കും തൻ്റെ വൈരികൾക്കെങ്ങുമേ കാൺമാനുമാമല്ലോ. അവിടെ വാൽമീകി രാമായണത്തിൽ വളരെ വിശദമായിട്ട് മേഘനാഥൻ ചെയ്ത യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 7 യാഗങ്ങളാണ് പൂർത്തിയാക്കിയത്, വലിയ 7 യാഗങ്ങൾ. അതിൽ ഓരോന്ന് തന്നെയും സാധാരണ മനുഷ്യന്മാർക്ക് പൂർത്തിയാക്കാൻ വിഷമമാണ്. അഗ്നിഷ്ടോമം, അശ്വമേധം, ബഹുസുവർണകം, രാജസൂയം, ഗോമേധം, വൈഷ്ണവം, മാഹേശ്വരം, ഇങ്ങനെ 7 യാഗങ്ങൾ പൂർത്തിയാക്കി. ഈ യാഗങ്ങളിലൂടെ ആർക്കും തോൽപ്പിക്കാനാവാത്ത തരം വീര്യപരാക്രമ സിദ്ധികൾ നേടി. അത്ഭുതകരമായ ഗതിയോടൊത്ത രഥമായാലും അഭേദ്യമായ കവചമായാലും അവ്യയമായ തൂണിയായാലും ഇങ്ങനെ അനേകം. അതിലെല്ലാം ഉപരി ആരാലും കാണപ്പെടാതെ യുദ്ധം ചെയ്യാനുള്ള വരവും നേടി. ഇതെല്ലാം നേടിയിരിക്കുകയാണ് മേഘനാഥൻ. അങ്ങനെ മാഹേശ്വരയാഗം പൂർത്തിയാക്കിയതേ ഉള്ളൂ. ആ സമയത്താണ് അങ്ങയുടെ വരവ്. വന്നു തുടങ്ങി ഭവാനെന്നു കേൾക്കയാൽ നിന്നതു കണ്ടുപോകാമെന്നതോർത്തു ഞാൻ, വാജിമേധാദികൾ കൊണ്ടു ദേവന്മാരെ പൂജിപ്പതിന് അവകാശമില്ലേതുമേ. ഇങ്ങനെ എല്ലാവിധ സിദ്ധികളും നേടി ഇരിക്കുകയാണ് ഇന്ദ്രജിത്ത്, മേഘനാഥൻ. ഇത് കേട്ട സമയത്ത് രാവണൻ സന്തോഷത്തോടു കൂടി ഇന്ദ്രജിത്തിനെ ആലിംഗനം ചെയ്തു. എങ്കിലും തൻ്റെ ഇഷ്ടക്കേട് അവിടെ തുറന്നു പറയുകയാണ്. നിങ്ങൾ ഈ യാഗങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. നമ്മൾ ദേവന്മാരെ പൂജിച്ച് അവർക്ക് പദാർത്ഥങ്ങളെ കൊടുക്കേണ്ടവരല്ല. ദേവന്മാർ നമ്മുടെ ശത്രുക്കളാണ്. എന്നിരിക്കെ യാഗങ്ങൾ ചെയ്ത് ദേവന്മാർക്ക് പദാർത്ഥങ്ങൾ സമർപ്പിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് ആ സന്ദർഭത്തിൽ തന്നെ രാവണൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ സമയത്ത് പുഷ്പകത്തിന്മേലിരുന്നു വിലാപിക്കും ഉത്പല പത്രാക്ഷിമാരെ ഇറക്കിനാൻ. അനന്തരം പുഷ്പക വിമാനത്തിലിരുന്ന് വാവിട്ട് കരയുന്ന താമരദളത്തിന് തുല്യം കണ്ണുകളോടൊത്ത സുന്ദരിമാരെ രാവണൻ താഴേക്ക് ഇറക്കി. അപ്പോഴതു കണ്ടു ചൊന്നാൻ വിഭീഷണൻ, അത്ഭുതമോർത്തു കണ്ടാലിപ്പരാക്രമം, നല്ല പതിവ്രതമാരെ പിടിച്ചുകൊണ്ടല്ലാതെ കർമ്മങ്ങളിങ്ങനെ ചെയ്കയാൽ
ദുഷ്കീർത്തി ദുഷ്കൃതം വംശവിനാശനമൊക്കെ അകപ്പെടുമില്ലൊരു സംശയം. പല പതിവ്രതകളെയും സ്ത്രീകളെയും ബലാത്കാരേണ തൻ്റെ ജ്യേഷ്ഠൻ പുഷ്പക വിമാനത്തിലേറ്റി കൊണ്ടുവന്നത് കണ്ട് വിഭീഷണൻ വളരെ ദുഃഖത്തോടു കൂടി തൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇത് വലിയ പരാക്രമം തന്നെയാണല്ലോ, അത്ഭുത പരാക്രമമാണല്ലോ ഇത്. നല്ല പതിവ്രതമാരെ പിടിച്ചു കൊണ്ടുവരിക, ഇതാണോ പരാക്രമം? ഇത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമതായി ദുഷ്കീർത്തി വരും, രണ്ടാമതായി പാപമാണ്, ദുഷ്കൃതമാണ്, മൂന്നാമതായി വംശം മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ ദുഷ്കീർത്തിയും ദുഷ്കൃതവും വംശനാശവും നിശ്ചയമായും നിൻ്റെ ഇത്തരം പാപകർമ്മങ്ങളെ കൊണ്ടുവരും, ഇതിന് യാതൊരു സംശയവുമില്ല എന്ന് വിഭീഷണൻ പറയുകയാണ്. ഇത്തം പരദാര പീഡ ചെയ്താൽ വരും എത്രയും ആപത്തുകൾ അതു കേൾക്ക നീ. എന്നല്ല, പതിവ്രതകളായ സ്ത്രീകളെ ബലപൂർവകം നീ പിടിച്ചു കൊണ്ടുവന്നാൽ, അവരെ ഉപദ്രവിച്ചാൽ ഒരു സംശയവുമില്ല, ആപത്തുകൾ ഉടനുടൻ വന്നു ചേരും. ഒരിക്കലും അരുതാത്തതാണിത് എന്ന് തുറന്ന് രാവണൻ്റെ സവിധത്തിൽ പറയുകയാണ് വിഭീഷണൻ. തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
കലിയുഗവരദനായി മനുഷ്യരൂപത്തിൽ അവതരിച്ച അയ്യപ്പനും ശ്രീ ധർമ്മശാസ്താവിൻ്റെ മറ്റൊരു ശക്തിഭാവം തന്നെയാണെന്ന് ദൈവജ്ഞർ പറയുന്നു. അതുകൊണ്ടുതന്നെ ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ സ്വയംഭൂവായ വിഗ്രഹാരാധന തുടങ്ങുന്നതും നൂറ്റാണ്ടുകൾക്ക് പണ്ടൊരിക്കൽ വനപ്രദേശമായിരുന്നു ഇവിടം. വിറകു ശേഖരിക്കുവാനെത്തിയ സ്ത്രീകളാണ് ശാസ്താവിൻ്റെ സ്വയംഭൂവായ വിഗ്രഹത്തിൻ്റെ അത്ഭുത ചൈതന്യം ആദ്യം തിരിച്ചറിയുന്നത്. തുടർന്ന് സമീപവാസിയായ നമ്പൂതിരി വിഗ്രഹത്തിലെ ശാസ്താവിൻ്റെ ചൈതന്യം തിരിച്ചറിയുകയും പായസ നൈവേദ്യം നൽകി വിഗ്രഹത്തിനു മുന്നിൽ പൂജാവിധികൾ തുടങ്ങുകയും ചെയ്തു. അനുഗ്രഹീതമായ പ്രകൃതിയാണ് ആനപ്രമ്പാൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റേത്. വിശാലമായ ക്ഷേത്രമുറ്റത്തെ ആൽത്തറയ്ക്കു സമീപം 2 കളിത്തട്ടുകൾ കാണാം. കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ള മഹാകലാകാരന്മാരുടെ കലാരൂപങ്ങൾ അവതരിക്കപ്പെട്ട ധന്യമായ മണ്ണുകൂടിയാണിവിടം. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രക്കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ ദേശക്കാരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ശ്രീകോവിലിനുള്ളിൽ അപൂർവങ്ങളിൽ അപൂർവമായ പ്രത്യേകതകളോടെയാണ് ശാസ്താവിഗ്രഹം കുടികൊള്ളുന്നത്. പ്രസന്നവദനനായ ഭഗവാൻ ഭാര്യയോടും സത്യകനെന്ന മകനോടുമൊപ്പമാണ് ഇവിടെ വാണരുളുന്നത്. ക്ഷേത്രത്തിന് അല്പം അകലെയായി പമ്പാ നദിക്കരയിൽ ഭഗവാന്റെ ആറാട്ടുകടവുണ്ട്. ആറാട്ടുകടവിൽ ഒരുക്കിയിട്ടുള്ള ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ നിത്യവും വിളക്കുവച്ച് ആരാധന നടത്തുന്നു. ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ മഹാസമൃദ്ധിയുടെ തിരുശേഷിപ്പുകൾ പോലെ ക്ഷേത്രത്തിൽ പലതും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചീനഭരണികളാണ്. ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന 10,000 പറ നെൽപ്പാടങ്ങളും മറ്റു കൃഷിയിടങ്ങളുമൊക്കെ ഭൂപരിഷ്കരണ നിയമത്തോടെ അന്യമാവുകയായിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന നെല്ലും നാളികേരവുമൊക്കെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുക മാത്രമായിരുന്നില്ല, മറിച്ച് ദാരിദ്ര്യ കാലഘട്ടങ്ങളിൽ അത് സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ദേശക്കാർക്കെല്ലാം സദ്യ നൽകുകയും നെല്ലും നാളികേരങ്ങളും ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പാരമ്പര്യം ഇന്നും പിന്തുടരുന്ന രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ സ്വാമിയേ
ഹരിഹരസുതനേ ഹരിഹരസുതൻ ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം. വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം. ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം. ശബര്യാശ്രമ സത്യേന മുദ്രാ പാതു സദാപി മേ. ശബര്യാശ്രമ സത്യേന മുദ്രാ പാതു സദാപി മേ.